പ്രിയപ്പെട്ടവരെ, ദുരന്ത മേഖലയിലെ ചില ദുരന്തങ്ങളെക്കുറിച്ചാണ്. ഇരിക്കുന്ന എ സി റൂമിൽ കൊടും തണുപ്പാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും കൊടും തണുപ്പ് തന്നെയാണ്. മരം കോച്ചുന്ന ആ തണുപ്പിനെ വകവെക്കാതെ ചെളിയിലും ചേറിലും മഞ്ഞിലും മഴയിലും മനുഷ്യസ്നേഹികൾ അകമഴിഞ്ഞ് പണിയെടുക്കുകയാണ്. പരസ്പരം പരിചയമുള്ള ആളുകൾക്ക് വേണ്ടിയല്ല അവരുടെ ഈ പ്രയത്നം. ഇനിയും കാണാമറയത്തിരിക്കുന്നവർ തങ്ങളുടെ എല്ലാമെല്ലാമാണെന്ന് കരുതി അവർക്കായി സമ്പത്തും സമയവും ആരോഗ്യവും നൽകി സ്വയം സമർപ്പിക്കുന്നവരാണവർ. അതിൽ NDRFിൻ്റെ 126 അംഗങ്ങളുണ്ട്, ഫയർഫോഴ്സിൻ്റെ 600 പേരുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 60 അംഗങ്ങളുണ്ട്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 160 പേരുണ്ട്, റവന്യൂ വകുപ്പിലെ 20, പോലീസിലെ 350, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ 120 പേർ, IRBയിലെ 20 അംഗങ്ങൾ, EME ആർമി അംഗങ്ങളുടെ 161 പേർ, നാവികസേനയുടെ 53 പേർ, ടെറിട്ടോറിയൽ ആർമിയിലെ 20 പേർ, 200 ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പസ് അംഗങ്ങൾ, കോസ്റ്റ് ഗാർഡിൻ്റെ 46 പേർ, മുങ്ങൽ വിദഗ്ധരായ 30ഓളം പേർ, ഒഫീഷ്യൽ വളണ്ടിയർമാരായ 1800ഓളം പേർ. ഇവരൊക്കെ കൂടാതെ ഒരു ലിസ്റ്റിലുമില്ലാതെ ആയിരങ്ങൾ വേറെയുമുണ്ട്. ആ സൈന്യത്തിൻ്റെ പേര് പച്ചയായ മനുഷ്യർ എന്നാണ്. അവരെ വിവിധ കളറുകളിൽ കാണാം. വിഖായയായി, വൈറ്റ് ഗാർഡ് അംഗങ്ങളായി, സാന്ത്വനവും സഹായിയുമായി, DYFI ആയി, യൂത്ത് കെയർ ആയി, IRW ആയി, SDPI ആയി, അങ്ങനെ വിവിധ പേരുകളിൽ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ പേരുകളില്ലാതെ എത്തിയ അനേകായിരങ്ങൾ വേറെയുമുണ്ട്. സ്വന്തമായി വാഹനങ്ങൾ വിട്ടു നൽകിയവർ, ഭക്ഷണം നൽകാൻ സന്നദ്ധരായി വരുന്നവർ, ക്യാമ്പുകളിൽ വളണ്ടിയർമാരായി സേവനം ചെയ്യുന്നവർ, മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ടെക്നിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങി ഒരു കല്ലെങ്കിലും എടുത്തു മാറ്റാൻ എൻ്റെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഞാൻ ഇവിടെ സേവനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച, നിശ്ചയദാർഢ്യം ചെയ്ത അനേകായിരം മനുഷ്യർ. അവരെ നോക്കിയാണ് AC റൂമിലിരുന്ന് RSS സൈദ്ധാന്തികൻ പരമപുച്ഛത്തോടെ സംസാരിക്കുന്നത്. മനുഷ്യത്വമുള്ളവർക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയും? ഏത് ഇസത്തിന് വിനീതമായി മനുഷ്യർ പ്രവർത്തിക്കുമ്പോഴും മനുഷ്യർ ജീവിക്കുമ്പോഴും മനുഷ്യർ ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അവൻ്റെ ഉള്ളിലെ മനുഷ്യത്വം ഉൾക്കൊണ്ടുകൊണ്ടാവണം. മനുഷ്യനോട് മാത്രമല്ല, പ്രകൃതിയോടും ജീവജാലങ്ങളോടും ആ മനുഷ്യത്വവും കരുണയും വേണം. കരുണ, ദയ, ദാക്ഷിണ്യം, സഹജീവി സ്നേഹം ഇവയൊക്കെ മനുഷ്യൻ്റെ വികാരങ്ങളായിരിക്കണം, മനുഷ്യൻ്റെ അടയാളപ്പെടുത്തലായിരിക്കണം, മനുഷ്യൻ്റെ ഐഡന്റിറ്റി ആയിരിക്കണം. ഇതൊന്നുമില്ലാതെ ചാനൽ റൂമിലിരുന്ന് ഒരു പൊട്ടൻ അവതാരകനും ഒരു കഠിന ഹൃദയമുള്ളവനും രക്ഷാപ്രവർത്തനം വിലയിരുത്തുകയാണ്, സന്നദ്ധ സംഘടനകളെ വിലയിരുത്തുകയാണ്, ഉരുൾപൊട്ടലിൻ്റെ സൈദ്ധാന്തിക വശങ്ങൾ ചികയുകയാണ്. ആദ്യം മനുഷ്യനാവടോ എന്ന് മാത്രമാണ് ഇവരോട് ആദ്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളറിയില്ലേ, അസീസിനെയും ഷാനിബയെയും മുലപ്പാൽ ലഭിക്കാത്ത കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന മതവിഭാഗത്തിൽപ്പെട്ടവർക്കെന്ന് പ്രത്യേകം ബ്രാക്കറ്റിൽ അവർ എഴുതിയിരുന്നില്ല. മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ഏതെങ്കിലും പാർട്ടിക്കാരൻ്റെയോ ആദിവാസികളുടെയോ എന്നൊന്നും അവർ ചികഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ കുഞ്ഞ്, അതാണ് അവരുടെ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരാണ് മാതൃത്വം, അതിൻ്റെ പേരാണ് മനുഷ്യത്വം, മാനവികത, അതിൻ്റെ പേരാണ് കനിവ്. ഇതുപോലെ കുറേ അമ്മമാർ വണ്ടി പിടിച്ച് വയനാട്ടിൽ വന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറായ ഒരു ജീപ്പ് ഡ്രൈവറും ഭാര്യയും നമ്മൾ കണ്ടതാണ് അവരെ. ഇവരൊക്കെ വന്നത് കാരുണ്യം കൊണ്ടാണ്. സ്വന്തം കുഞ്ഞ് മുലപ്പാൽ ലഭിക്കാൻ അല്പം വൈകിയാൽ കരയുന്ന മുഖം നമ്മെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുവോ അതൊന്നാലോചിച്ചാൽ മാത്രം മതി. ആ സഹായ മനസ്കതയെയാണ് ചില ലൈംഗിക വൈകൃത മനസ്സിനുടമകൾ പരമപുച്ഛത്തോടെ അഭിസംബോധന ചെയ്തത്. എനിക്ക് ആ വാക്കിവിടെ പറയാൻ എനിക്ക് അറപ്പുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ലെന്ന് മാത്രം. പക്ഷേ അത്തരത്തിൽ ഒരാളെ കണ്ണൂരിൽ ചിലർ കൈകാര്യം ചെയ്തെന്ന് കേട്ടു. കൈകാര്യം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിൽ ഞാൻ സന്തോഷവാനാണ്. ഇങ്ങനെ എത്രയോ മനുഷ്യക്കോലങ്ങൾ വിഷം ഛർദ്ദിക്കുന്നത് കാണുകയാണ്. അവരുടെ പ്രൊഫൈലുകൾ തിരഞ്ഞാൽ അവരൊക്കെയും വെറുപ്പിൻ്റെ സൈദ്ധാന്തികതയിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് ഇതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു പോവുകയുമാണ്. നിങ്ങളറിയോ, പെരുമ്പാവൂരിലെ ഒരു കടക്കാരൻ ഓണത്തിനായി വാങ്ങിയ വസ്ത്രങ്ങൾ സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ട് നൽകുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഈ കടയിൽ നിന്ന് നിങ്ങൾ എടുത്തു കൊണ്ടുപോവുക, വില നോക്കേണ്ടതില്ല, ഞാനിവിടെ മാറി നിൽക്കാം,
പണം എനിക്ക് നാളെയും ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങളിത് ചെയ്യുക, ഞാൻ അതീവ സന്തോഷവാനാണ്. മറ്റൊരാൾ പറഞ്ഞത്, എൻ്റെ ഒരു താർ ജീപ്പ് ഇവിടെ കിടപ്പുന്നുണ്ട്, അതിൽ നിറയെ ഭക്ഷണ സാധനങ്ങളുണ്ട്, അതും ഈ ജീപ്പും നിങ്ങൾ കൊണ്ടുപോവുക, എന്നിട്ട് എന്ത് സേവനമാണോ എൻ്റെ ഈ വാഹനം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത് നിങ്ങൾ ചെയ്യുക, അതിനെന്ത് നഷ്ടം സംഭവിച്ചാലും അതെത്ര ആഴത്തിലുള്ളതാണെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. നിങ്ങളറിയോ, ചുരത്തിന് താഴെ അടിവാരത്ത് പോലീസ് വാഹനങ്ങൾ തടഞ്ഞിട്ട സന്ദർഭമുണ്ടായിരുന്നു. സഹായഹസ്തങ്ങളുമായി വന്ന വാഹനങ്ങളെ കൊണ്ട് വയനാട് വീർപ്പ് മുട്ടിയിരിക്കുന്ന ഒരവസ്ഥ. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സഹായഹസ്തങ്ങൾ വേണ്ടതില്ല, ഇങ്ങോട്ടേക്ക് വണ്ടികൾ വരേണ്ടതില്ലെന്ന് ഭരണകൂടത്തിന് പറയേണ്ടി വന്ന അവസ്ഥ. ഇങ്ങനെയാണ് മനുഷ്യർ, ഇങ്ങനെയാണ് കേരളം, ഇങ്ങനെയേ ആവുള്ളൂ, ആവാൻ പാടുമുള്ളൂ കേരളം. അതിനെ പരിഹസിക്കരുത്, അതിനെ പുച്ഛിക്കരുത്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്ന് ഒരിടത്ത് മിണ്ടാതിരുന്നാൽ മാത്രം മതി. അത് തന്നെയാകും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദുരിതാശ്വാസം. ഉരുൾപൊട്ടി സർവവും നശിച്ച് പ്രാണഭയത്താൽ ഓടിയെത്തിയ അമ്മയും കുഞ്ഞും കാണുന്നത് മുൻപിൽ ഒരു കൊമ്പനാനയാണ്. ഒറ്റക്കൊമ്പന്റെ അടുത്തു പോയാൽ മരണം ഉറപ്പാണ്. കൊമ്പ, ഇതിലും വലിയ ദുരന്തത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ കൊമ്പ എന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ, കൊമ്പന്റെ കാലിനടിയിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടി എന്ന് അമ്മ പറയുമ്പോൾ, ആ ഒറ്റ കൊമ്പൻ പോലും നിസ്സഹായരായ മനുഷ്യരുടെ വേദനക്കൊപ്പം നിലകൊണ്ടുമെങ്കിൽ, രണ്ടു കാലുള്ള ക്രൂരരായ മനുഷ്യന്മാരെ, ഈ കൊമ്പന്റെ അല്പബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരൾ പിളർക്കുന്ന കാഴ്ചകളുമായി ദുരന്തഭൂമിയെ നിസ്സീമമായി അശ്രാന്തമായി പണിയെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. Waytonikah.com, the exclusive Muslim matrimonial site.